ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഉള്ളിൽ ഞാൻ പറയാൻ പോകുന്നത് രണ്ട് ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ, പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ രണ്ട് പ്ലാന്റ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനുമുമ്പ് ചാനൽ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു പ്ലാന്റ് ആണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ലക്കി ബാമ്പു ആണ്. അപ്പം ഈ ഒരു പ്ലാന്റ് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ. ഇത് ഞാൻ ചട്ടിയിലാട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു എങ്ങനെയാണ് വളർത്തുന്നതെന്നൊരു കാര്യം പറഞ്ഞു തരാം. വേറൊന്നും ഇത് വളരെ ഈസിയാണ്. അത് ഞാൻ പറയും ബിഗിനേഴ്സിന് പറ്റിയതാണ് എന്നുള്ളത്. ഇതിപ്പം നമ്മൾ കുറച്ച് കുഞ്ഞു തണ്ടായിട്ട് മുറിച്ചതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നതാണ്. വെള്ളത്തിലിട്ട് നല്ലോണം വേര് വരും, പെട്ടെന്ന് 2 ആഴ്ച കൊണ്ട് ഇതിന് വേര് വരും. അതിനുശേഷം ഞാനിപ്പോൾ ഇത് ചട്ടിയിലേക്ക് മാറ്റി നട്ടേക്കുന്നതാണ്. കണ്ടോ, ഇങ്ങനൊരു ചട്ടിയിലേക്ക് മാറ്റി നട്ടതാണിത്. അപ്പം വെള്ളത്തിൽ വയ്ക്കുമ്പോഴത്തേക്കും ഗ്രോത്ത് കുറച്ച് കുറവായിരിക്കുമല്ലോ. അപ്പം വേര് വന്നതിന് ശേഷം നമുക്കിങ്ങനെ മാറ്റി നടാം. അല്ലെങ്കിൽ വെള്ളത്തിന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇരുന്നോളും. പക്ഷേ ഗ്രോത്ത് കുറച്ച് കുറവായിരിക്കുന്നു മാത്രം, വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു പ്ലാന്റിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അധികം കെയർ കൊടുക്കേണ്ടാത്ത പ്ലാന്റ്സാണ്. അതായത് അകത്തും നമുക്കധികം വളമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികം കൊടുക്കുക, ഫെർട്ടിലൈസറിൻ്റെ അധികം ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് പോട്ടി മിക്സ് ഉണ്ടാക്കിയേക്കുന്നത്. അതില്ലെങ്കിലും നന്നായിട്ട് വളർന്നോളും, വലിയ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചില്ല, 2 ദിവസത്തേക്ക് വെള്ളം ഒഴിച്ചില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല, അധികം കെയർ വേണ്ട. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള, അതായത് ബിഗിനേഴ്സിന് പറ്റിയതാണ്. കൂടുതൽ കെയർ വേണ്ട എന്നുള്ളതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത. പിന്നെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല പച്ചപ്പിലിങ്ങനെ നിൽക്കും. നമുക്കൊരു റൂമിലോ ഒക്കെ ആണെങ്കിൽ ഒരു കോർണറിലൊക്കെ വെച്ചാൽ നല്ല രസമായിട്ട് ഇങ്ങനെ നല്ല തിക്കായിട്ട് നിൽക്കും. അപ്പം വയ്ക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ കുറച്ചധികം, ഇപ്പം ഇതിലിപ്പോൾ ഒരു 5 എണ്ണമാണ് വച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ തിക്കായിട്ട് ബുഷിയായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പം അങ്ങനെ വയ്ക്കുക. ഒരെണ്ണമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവില്ല. വയ്ക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് വയ്ക്കുക, അപ്പം നല്ല ബുഷിയായിട്ട് നിൽക്കണമെന്ന് നല്ല രസമായിരിക്കും. ഇതാണ് ഞാൻ ചട്ടിയിൽ വെച്ചേക്കുന്ന ലക്കി ബാമ്പു. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 5 എണ്ണം നമ്മൾ വെള്ളത്തിലിട്ട് വച്ചിട്ട് വേര് വന്നതിന് ശേഷമാണ് ഇങ്ങോട്ട് മാറ്റി നട്ടത്. അപ്പോൾ ഇത് വെള്ളത്തിലും വളർത്താൻ പറ്റും, അതുപോലെ നമുക്ക് ഇൻഡോറായിട്ടും വളർത്താം, ഔട്ട്ഡോറിലും വയ്ക്കാം. അപ്പോൾ ഔട്ട്ഡോറിൽ ഇവിടെ കുറേ നിൽക്കുന്നുണ്ട്, പുറത്ത് നമ്മൾ മുറ്റത്തൊക്കെ കുറച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ വീഡിയോയിൽ. അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് നമുക്ക് അറിയാമല്ലോ, കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഇപ്പോൾ ലൈറ്റ് എന്ന് വെച്ചാൽ വലിയ ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞാൽ അകത്തും വയ്ക്കാമെന്നുള്ളത്. അകത്തും വയ്ക്കാം, പുറത്തും ഒരുപോലെ വയ്ക്കാം. ലൈറ്റ് നമുക്കിപ്പം ഷെഡിലും വയ്ക്കാവുന്നതാണ്. പിന്നെ ഇടയ്ക്കൊക്കെ അകത്ത് വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് വെയിൽ കാണിക്കുന്നത് നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ വിൻഡോസിൻ്റെ സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വെയിൽ കിട്ടും, അങ്ങനെ വയ്ക്കാവുന്നതാണ്. പിന്നെ ഇതിപ്പോൾ ഞാൻ വച്ചേക്കുന്നൊരു ഷെയ്ഡിലാണെന്ന് പറയാം, അധികം വെയിലടിക്കില്ല, അങ്ങനത്തെ ഒരു സ്ഥലത്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ വളർന്നൊരു പ്ലാന്റാണ് ഈ ഒരു നല്ല ഒരു കളർഫുള്ളായിട്ട് നിൽക്കുന്നത് കേട്ടോ. കുറച്ചുകൂടി അകത്ത് തന്നെ ഫുൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ലൈറ്റ് ഒരു മഞ്ഞ കളർ പോലെ ആവും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇടയ്ക്കൊന്ന് വെയിൽ ഒളിക്കാനൊക്കെ ആയിട്ട് പുറത്ത് അല്ലെങ്കിൽ വിൻഡോയുടെ സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പം ഇതാണ് ഫസ്റ്റ് പ്ലാന്റ്. ഇത് ഞാൻ വെള്ളത്തിൽ വളർത്തിയേക്കുന്നതാണ് കേട്ടോ. അത് കുപ്പിയിൽ വെള്ളത്തിൽ വച്ചേക്കുന്നതാണ്. അപ്പം വെള്ളത്തിൽ വച്ചേക്കുമ്പോൾ ഇതിൻ്റെ വേര് കണ്ടോ നിങ്ങൾ? കണ്ടോ, ഇങ്ങനെ വേരുണ്ട്. ഞാൻ എടുത്ത് കാണിച്ചു തരാം. അതെ, ഇതുപോലെ നല്ല രീതിയിൽ വേര് വരും. അപ്പോൾ ഇങ്ങനെ വേര് വന്നതിന് ശേഷം നമുക്ക് ചട്ടിയിലേക്ക് മാറ്റി നടാവുന്നതാണ്. കണ്ടോ, ഇങ്ങനെ വേര് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഈ വേര് വെട്ടി നിർത്തിയിട്ട് നമുക്കിതിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ വളർത്താം. അപ്പം 2 ആഴ്ച കൊണ്ട് നല്ല രീതിയിൽ വേര് വരും. അപ്പോൾ വേര് വന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പറിച്ച് മാറ്റി നടാവുന്നതാണ്, ചട്ടിയിലേക്ക് നടാവുന്നതാണ്. ഇതൊരു 3 എണ്ണം ഉണ്ട് കേട്ടോ. ഇപ്പം ഈ ലക്കി ബാമ്പുവിനെ കുറിച്ച് പറയുമ്പം ഐശ്വര്യം വരും, ചൈനീസ് ഒരു മിത്തോളജി, ചൈനീസ് വിശ്വാസമാണെന്ന് തോന്നുന്നു. അങ്ങനെ പ്രത്യേക സ്ഥലത്ത് വെക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ 5 എണ്ണം 7 എണ്ണം അങ്ങനെ സിംഗിളായിട്ട് അങ്ങനെയൊക്കെ വെക്കണം, മീൻസ് 5 എണ്ണം 7 എണ്ണം ആ രീതിയിലൊക്കെ വെക്കണം എന്നൊക്കെ പറയും. അതൊക്കെ വിശ്വാസമുള്ളവർക്ക്. എനിക്കതൊന്നും അത്ര അതിനെക്കുറിച്ച് അറിയില്ല. കേട്ടിട്ടുണ്ട് അങ്ങനെ ലക്കി ബാമ്പു വയ്ക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിലൊന്നും വലിയ കാര്യമൊന്നും എനിക്ക് തോന്നണില്ല. പക്ഷേ ഇത് നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇത് കണ്ടില്ല, ഇതൊരു കുപ്പിയിലിരിക്കുന്നതാണ്. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ബുഷിയായിട്ടിരിക്കുമ്പോൾ ഇത് 3 എണ്ണം ആട്ടോ ഇരിക്കുന്നത്. 3 എണ്ണം നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. എൻ്റെ ഒരു ഫുൾ ഗ്രീനറി നമുക്ക് തരും. അപ്പോൾ അതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വെള്ളത്തിൽ വയ്ക്കുമ്പോഴും ഇതുപോലെ നല്ല രീതിയിൽ പെട്ടെന്ന് വേര് വരാൻ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ വെച്ചിട്ട് വേര് വന്നതിന് ശേഷം നമുക്കത് മാറ്റി നമുക്ക് പോട്ടിലോട്ടൊക്കെ മാറ്റി നടാവുന്നതാണ് കേട്ടോ. ഇനി അടുത്ത് കാണിക്കാൻ പോകുന്ന ലക്കി ബാമ്പുവിൻ്റെ ഒരു ഫാമിലിയിൽ തന്നെ വരുന്ന ഒരു വേരിഗേറ്റഡ് ലക്കി ബാമ്പു ആണ് ഈ ഒരു പ്ലാന്റ്. ഇത് കണ്ടോ, ഇതിൻ്റെ ലീഫിൻ്റെ ഒരു പ്രത്യേകത നോക്കിയേ. മറ്റേ ഫുൾ ഗ്രീൻ ആയിരുന്നു, ഇത് നോക്കിക്കേ. സൈഡിൽ ഇങ്ങനെ ഒരു ലൈറ്റ് യെല്ലോ കളറാണിത്. ലൈറ്റ് യെല്ലോ, 2 സൈഡിലും ലൈറ്റ് യെല്ലോ കളർ, നടുക്ക് ഗ്രീൻ വരും. ഇതാണ് അതിൻ്റെ ഒരു വാരിഗേറ്റഡ് ടൈപ്പാണ്. ഒരു ഡ്രസീന ഒരു ഫാമിലിയിൽ വരുന്നൊരു ടൈപ്പാണ് കേട്ടോ. അത് കണ്ടോ, നല്ല ഭംഗിയിൽ. ഇതും സെയിം മെത്തേഡാണ് ഇതിൻ്റെ ഞാൻ
ലക്കി ബാമ്പൂവിൽ പറഞ്ഞ ആ സെയിം രീതിയിലാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. കാരണം വെള്ളത്തിൽ വെച്ചിട്ട് വേര് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് മാറ്റി നട്ടാണ്. അപ്പോൾ മാറ്റി നടുമ്പോൾ ഞാൻ കുറച്ച് ഒരു ബുഷിയായിട്ട് വെക്കാനായിട്ടൊരു ഒരു 5 എണ്ണമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ബുഷിയായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോഴാണ് രസം. പിന്നെ ഇത് ഇങ്ങനെ ഒരു കളർ ചേഞ്ച്, ഇങ്ങനെ ഒരു ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു കുറച്ചുകൂടി രസമുണ്ട് കാണാൻ. ലക്കി ബാമ്പുവിനേക്കാളും കുറച്ചുകൂടി രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ തന്നെ വെള്ളത്തിൽ വെച്ച് വളർത്താം. വേര് വന്നതിന് ശേഷം മാറ്റി ഇതിലേക്ക് ചട്ടിയിൽ നടാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പുറത്ത് നടാം. ഇവിടെ പുറത്തത് കുറേ ഉണ്ട് കേട്ടോ. നമ്മളൊരു ബോർഡർ പോലെ അമ്മ ഇവിടെ കുറേ സ്ഥലത്ത് കുറേ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു കമ്പ് കൊണ്ട് നട്ടാണ്. അതിൽ നിന്നാണ് ഈ ലക്കി ബാമ്പു ആയാലും ഈ ഒരു പ്ലാന്റ് ആയാലും നമ്മൾ പിടിപ്പിച്ചെടുത്തത്. ഒരു കുഞ്ഞു കമ്പ് കൊണ്ടെന്നാണ് ആദ്യം തന്നെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇത് പിടിപ്പിച്ചെടുത്താണ് ഇതെല്ലാം തന്നെ. അപ്പം ഇത് നല്ല കളർഫുള്ളായി, ഇത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പ്ലാന്റ്. കണ്ടോ, പിന്നെ ഞാൻ നേഴ്സറി പോയപ്പോൾ നേഴ്സറിയിൽ ഇത് ഇരിക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ ചോദിച്ചു. അപ്പോൾ 150 രൂപയാണ് ഇതിൻ്റെ റേറ്റ്, ഒരു ഒറ്റ കമ്പിന് റേറ്റ് പറഞ്ഞു. അപ്പം അത്രയ്ക്കും റേറ്റ് ഉണ്ട് ഈ സാധനത്തിന്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വളർത്താനും യൂസ് ചെയ്യാൻ പറ്റില്ല, വളത്തിൻ്റെ അധികം ആവശ്യമുണ്ട്. പിന്നെ വേണം നിങ്ങൾ ചട്ടിലൊക്കെ നടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പോട്ടി മിക്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ചകിരിച്ചോറും മണലും മണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലുപൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ പറയില്ലേ, ഒട്ടും വളമില്ലെങ്കിൽ പോലും വളരുന്ന ഒരു പ്ലാന്റ് ആണ്. പക്ഷെ നമുക്കൊരു ബുഷിയായിട്ടൊക്കെ പെട്ടെന്ന് വളർന്നു പറഞ്ഞാൽ ആഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. പക്ഷെ കൂടുതൽ കെയറിൻ്റെ ആവശ്യമില്ല, എപ്പോഴും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കുറേ ഗുണങ്ങൾ ഇതിനുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ ഒരു സെയിം പ്ലാന്റ് തന്നെ ഇത് വെള്ളത്തിൽ വച്ചേക്കുന്നതാണത്. ഇതൊരു കുപ്പിയിലാണ് ഇരിക്കുന്നത്. കണ്ടോ, ഇതിന് കുപ്പിയിലാണ് ഇരിക്കുന്നത്. ഇതിപ്പം വേര് വന്നത് ഞാൻ മാറ്റി നട്ടായിരുന്നു. ഇതിന് വേര് വന്ന് തുടങ്ങുന്നുള്ളൂ. ഇത് വച്ചിട്ട് ഒരാഴ്ച ആയുള്ളൂ. അപ്പോൾ അതിന് വേര് വന്നിട്ടില്ല. പക്ഷേ ഉടനെ തന്നെ വേര് വരുന്നതാണ്. കണ്ടോ, ഇപ്പോൾ വേര് വന്നിട്ടില്ല. നല്ലോണം വേര് വന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറ്റി നട്ടത് കേട്ടോ. അപ്പം ഇതിന് വേര് വന്ന് തുടങ്ങും. ചുമ്മാ ഇങ്ങനെ ഇതിങ്ങനെ വെറുതെ വെള്ളത്തിലിട്ട് നമുക്ക് വയ്ക്കാം. അകത്തും ഇരുന്നോളും, പുറത്തും വയ്ക്കാം. അങ്ങനെ ഒരു കേടുണ്ടാവില്ല. പിന്നെ നമ്മൾ അകത്ത് വയ്ക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഈ പറഞ്ഞ പോലെ ആദ്യ ലക്കി ബാമ്പുവിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇടയ്ക്കൊന്ന് പുറത്ത് കൊണ്ടുപോയി ഒന്ന് വെയിൽ ഒളിക്കുക, അല്ലെങ്കിൽ വിൻഡോ സൈഡിലൊക്കെ വയ്ക്കുന്ന നല്ലതാണ്. പിന്നെ ഈ ലീഫൊക്കെ ഉണ്ടല്ലോ, ഇലയൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുക. അകത്തൊക്കെ വയ്ക്കുന്നവർ, ഇൻഡോറിലൊക്കെ വയ്ക്കുന്നവർ ഇലയൊക്കെ ഒന്ന് തുടച്ചൊന്ന് പൊടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക, ഒന്ന് നനച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള കെയർ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ല ഭംഗിയില്ല ലീവ്സ് ഇരിക്കുന്നുണ്ട്. കുറച്ചുകൂടി നല്ല പൊക്കമുണ്ട്. ഞാൻ കുറച്ചുകൂടി നീളമുള്ള നോക്കി പറിച്ചതാണ്. കണ്ടോ, നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇല കാണാനായിട്ട്. അതുപോലെ തന്നെ ഞാൻ പുറത്ത് നിൽക്കുന്ന ഈ ലക്കി ബാമ്പും അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റും കാണിച്ചു തരാം. അത് നല്ല വെയിലത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നനയ്ക്കാറുമില്ല, നല്ല വെയിലും അടിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ വലിയ കെയറിൻ്റെ ആവശ്യമില്ല. അത് ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ. ഞാനിത് ഇവിടെ കാണിച്ചിട്ട് ഇവിടെ നോക്കിക്കുക, അരികു വഴി ഇങ്ങനെ നിറയെ നട്ടിട്ടുണ്ട്. ഇത് നമ്മൾ നനയ്ക്കാറ് പോലുമില്ല. ഇടയ്ക്കെങ്ങാനും മഴ പെയ്യുമ്പോഴൊക്കെ നനയാറുണ്ടെന്നല്ലാണ്ട് ഇത് മാത്രമായിട്ട് അങ്ങനെ നനയ്ക്കാറുള്ളത് ഉണ്ട്. ഇതെന്തോ ഇവിടെ ഇങ്ങനെ അതിര് വഴി കുറേ നട്ടിട്ടുണ്ട് ഈ ഒരു വേരിഗേറ്റഡ് ലക്കി ബാമ്പു. ഇത് കണ്ട് എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഇതിൻ്റെ പ്രത്യേക കാണാനായിട്ട് ലക്കി ബാമ്പുവിനേക്കാളും കുറച്ചുകൂടി ഒരു ഭംഗിയാണ്. ഇതേ കണ്ടോ, ഇത് നമ്മൾ വെള്ളം പോലും ഒഴിക്കാറില്ല. വല്ലപ്പോഴും എങ്ങാനും മഴ പെയ്യുമ്പോൾ വെള്ളം നനയുന്നല്ലാണ്ട് നമ്മളങ്ങനെ കണ്ടു. ഇതിൻ്റെ ലീവ്സ് നോക്കി നല്ല ഭംഗിയില്ലേ. ഇങ്ങനെ രണ്ട് സൈഡിലും ഒരു വൈറ്റ്, ഒരു ക്രീം കളറ്, പിന്നെ നടുക്കേക്കട ഗ്രീൻ വന്നിട്ട്. ലക്കി ബാമ്പുവാണ്. ഇതിങ്ങനെ പൊങ്ങി പോയിട്ടുണ്ട്. കണ്ടോ, അതുപോലെ ഒരു ലക്കി ബാമ്പു ആയി നിൽക്കുന്ന കണ്ടോ. ഇത് നല്ല പൊക്കത്തിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എവിടെയും പിടിപ്പിച്ചെടുക്കാം. അങ്ങനെ നോക്കുകയൊന്നും വേണ്ട, വലിയ കാര്യമായിട്ട് നോക്കുകയൊന്നും വേണ്ട. വെള്ളമൊന്നും ഒഴിക്കാറില്ല. പിന്നെ ഇവിടെ നല്ല പൊക്കമുള്ള കണ്ടോ. ഇവിടെ പക്ഷേ കണ്ടോ, ഇതിൻ്റെ ചില ഇലകൾ നല്ല ഗ്രീനായിട്ട് നമ്മൾ ലക്കി ബാമ്പുവിൻ്റെ അതേ കളറിലാണ്. അതെനിക്ക് തോന്നുന്നു ഇവിടെ വെയിലിൻ്റെ വ്യത്യാസം കൊണ്ടായിരിക്കാം. ഇത് രണ്ട് കളറും ഒരുമിച്ച് വന്നേക്കുന്നു. കണ്ടോ, ഇവിടെ ലക്കി ബാമ്പുവിൻ്റെ ഇല, എന്നതേ അടുത്ത ഇല നോക്ക്, അങ്ങനെ നിൽക്കുന്നുണ്ട്. വെയിൽ കുറവുള്ള ഒരു ഭാഗം വെയിൽ കിട്ടുന്നുണ്ട്, കിട്ടായിക്കൊന്നുമില്ല. എന്താണ് ഇങ്ങനെ ചില ഇലകൾ ഇതേ കുറച്ച് മാത്രമേ ആ വൈറ്റ് വന്നിട്ടുള്ളൂ, ഗ്രീനാണ് കൂടുതൽ നിൽക്കുന്നത്. അങ്ങനെ ഈ ഒരു ഭാഗത്ത് മാത്രം നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് നല്ല പൊക്കത്തിൽ നിൽക്കുന്നില്ല. കണ്ടോ, ഇത്രയും പൊക്കത്തിൽ നിൽക്കുന്നില്ല ലക്കി ബാമ്പു. നോക്കൂ, ഇത്രയും പൊക്കമുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇത്. ഇനി ഞാൻ കാണിക്കാമെന്ന് ലക്കി ബാമ്പു ഉണ്ടല്ലോ. ഇവിടെ പൂവുണ്ടായി, ലക്കി ബാമ്പുവിൽ പൂവുണ്ടായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല ഇവിടെ. അപ്പം ആദ്യമായിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ലക്കി ബാമ്പു ഇത് കണ്ടോ, ഇത്രയും പൊക്കത്തിൽ നിൽക്കുന്ന ഈ ഒരു
കുറച്ച് പ്രായമായ ലക്കി ബാമ്പുമാണ്. കാരണം ഇതിൻ്റെ ലീവ്സൊക്കെ കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ അമ്മ പറഞ്ഞു ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ടാണ് ഇതിൻ്റെ പൂ കാണുന്നതെന്നൊക്കെ പറഞ്ഞു. നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു, ഒരു വൈറ്റ് കളറിൽ നല്ലൊരു എന്താ നമ്മൾ ഈ രാത്രിക്ക് ഉണ്ടാവുന്ന ചെടികൾക്കൊക്കെ ഒരു സ്മെല്ല്, ഒരു നല്ലൊരു സ്മെല്ലുണ്ടാവുമല്ലോ, അതുപോലത്തെ ഒരു സ്മെല്ലായിരുന്നു അതിന്. അത് കുറേ ദിവസം നിന്നിട്ടാണ് പോയത്. രാത്രി വിരിയുള്ളൂ, പകൽ അത് വാടി നിൽക്കും, രാത്രിയാകുമ്പോൾ വിരിയും, അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഏത് പൂവെന്ന് മനസ്സിലായില്ല. പിന്നെ നമ്മൾ നിശാഗന്ധി ആയിരിക്കും എന്നൊക്കെ ഓർത്ത് പിന്നെ നോക്കിയപ്പോഴാണ് ഇവിടെ ഇങ്ങനെ പൂ ഉണ്ടായി നിൽക്കുന്നത് കണ്ടത്. അങ്ങനെ ഈ ലക്കി ബാമ്പൂവിൽ നമ്മൾ ഇവിടെ പൂ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ വേറെ കുറച്ച് അധികം പ്ലാന്റ്സ് കൂടി ഞാൻ കാണിക്കാം. ഇന്നത്തെ വീഡിയോ ഈ 2 പ്ലാന്റ്സാണ് ഉൾപ്പെടുത്തിയേക്കുന്നത്. ഈ 2 പ്ലാന്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടും തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും